ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടക്ക സംഖ്യകളുടെ സങ്കലനമാണ്. രണ്ടക്ക സംഖ്യകളുടെ സങ്കലനം എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബോർഡിൽ നോക്കൂ. ബോർഡിൽ നമ്മൾ സങ്കലനം, രണ്ടക്ക സംഖ്യകളുടെ സങ്കലനം എന്നുള്ള രീതിയിൽ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ രീതിയിലൊന്ന് കൂട്ടി നോക്കാം. 3 8 11, 11 2 13, 13 9 22, 22 4 26 6, 2 2 5 7, 7 7 14, 14 3 17, 17 8 25, 25 2 27. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒറ്റ സംഖ്യകളൊക്കെ ഒറ്റ സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് എഴുതുന്നു. ശിഷ്ടം വരുന്ന അവിടെ കണക്കൂട്ടുന്നു. പിന്നെ 10ന്റെ സ്ഥാനത്തുള്ള കൂട്ടുന്നു, ആ ശിഷ്ടം കൂടി കൂട്ടി ചെയ്യുന്നു. പക്ഷെ ഇത് 10ൽ കൂടുതലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ കൂട്ടി വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 വരെ മാത്രം കൂട്ടിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കണക്ക് തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ. സംഖ്യ 24 കൂട്ടണം 89 കൂട്ടണം 32 78 53. 2 5 സംഖ്യകളാണ്. 2 5 സംഖ്യകൾ. നമുക്കിതിനെ 10 വരെ മാത്രം കൂട്ടിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ 3 8 11. അപ്പൊ 10ന്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ 1 മാത്രം എടുക്കും, 10നെ അങ്ങോട്ട് ഒഴിവാക്കുക. അങ്ങനെ 10നെ ഒഴിവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വര വരച്ചു. അപ്പൊ 3 8 11. 11ല് 1 നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ 1 2 3, 3 9 12. വീണ്ടും 10ന്റെ മുകളിലേക്ക് പോയി തീർച്ചയായിട്ടും അവിടെ ഒരു വര വരയ്ക്കുക. 2 മാത്രം എടുക്കുക. 2 4 6. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? 10ന്റെ സ്ഥാനത്തെ അക്കങ്ങൾ ഇതേപോലെ കൂട്ടുക. 5 7 12. 10ൽ കൂടുതൽ പോയി. അപ്പൊ നമ്മൾ ഒരു വര വരച്ചു, 2 എടുത്തു. 2 3 5. 5 8 13. 13ന് ഒരു വര വരച്ചു, 3 എടുത്തു. 3 2 5 എഴുതി. ഇവിടെ ഒരു പ്രശ്നമില്ല, അവിടെ അങ്ങനെ തന്നെ. ഇനി ഇവിടെ എത്ര വരകളുണ്ട്? 1 2. അപ്പൊ ആ 2 വരകൾ എവിടെ കൂട്ടിക്കൊടുക്കണം? 10ന്റെ സ്ഥാനത്ത് കൂട്ടിക്കൊടുക്കണം. 10ന്റെ സ്ഥാനത്ത് 2 കൂട്ടിക്കൊടുക്കണം. ഇനി ഇവിടെയോ 10ന്റെ സ്ഥാനത്ത് എത്ര വരകളുണ്ട്? 1 2. അവിടെ 2 വരകളുണ്ട്. ആ 2 വരകളെ എവിടെ കൂട്ടിക്കൊടുക്കണം? 100ന്റെ സ്ഥാനത്ത് കൂട്ടിക്കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 6 ഇവിടെ കിട്ടി. 5 2 7 ഇവിടെ കിട്ടി. 2 ഇവിടെ കിട്ടി. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇതുപോലെ ഇഷ്ടംപോലെ കണക്കുകൾ ചെയ്തു നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇത് എളുപ്പമാണോ, സാധാരണ രീതിയിൽ ചെയ്യുന്നതാണോ എളുപ്പം, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണോ എളുപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യുക. കണക്കിൽ പല വഴികളുണ്ട്. ആ വഴികളിൽ ഏറ്റവും എളുപ്പം നമുക്ക് അനുയോജ്യമായത്, എല്ലാവർക്കും എല്ലാതും അനുയോജ്യമായിക്കൊള്ളണം എന്നില്ല. നമുക്ക് അനുയോജ്യമായ വഴികൾ നമ്മൾ മനസ്സിലാക്കുക, അത് ചെയ്യുക. അതിനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ചാനൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണക്കിന്റെ എളുപ്പ വഴികളും കണക്കിലെ എളുപ്പ ട്രിക്കുകളും കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ഇത്തരം കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ
എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇറക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്കും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ ഒരു വീഡിയോ, നാളെ 3 അക്ക സംഖ്യകൾ ഇതേപോലെ കൂട്ടാൻ കഴിയുമോ, 4 അക്ക സംഖ്യകൾ കൂട്ടാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അതുവരെ ബൈ.